നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ വിനോദിന്റെ മരണം ആശിച്ചു വെച്ച പുതിയ വീട്ടിൽ താമസം തുടങ്ങി 7ാം നാൾ. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് എറണാകുളം മഞ്ഞുമലിൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് കഴിഞ്ഞ മാസം 27-നാണ്. സഹപ്രവർത്തകരെയെല്ലാം ഗൃഹപ്രവേശനത്തിന് വിളിച്ചിരുന്നു. റെയിൽവേയിലെ ജോലി വിനോദിന് ഉപജീവനമായിരുന്നു. സിനിമയിലെ അഭിനയം സ്വപ്നവും. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടെയാണ് രജനീകാന്ത എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ക്രൂരത വിനോദിന്റെ ജീവനെടുത്തത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഉൾപ്പെടെ ഒട്ടേറെ സിനിമകൾ ചെറുവേഷങ്ങളിലെത്തിയ വിനോദ് കരുത്തുള്ള ഒരു കഥാപാത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. അതിനിടെയാണ് മദ്യലഹരിയിൽ യാത്രക്കാരൻ നടത്തിയ അതിക്രമത്തിൽ ജീവൻ നഷ്ടമായത്. ആഷിഖ് അബുവിന്റെ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെ സിനിമയിലെത്തിയ വിനോദ് 15ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിനോദ് കണ്ണൻ എന്ന പേരിലാണ് ഇദ്ദേഹം സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത്. മോഹൻലാലിന്റെ പെരിച്ചാഴി, എന്നും എപ്പോഴും, പുലിമുരുകൻ, ഒപ്പം എന്നീ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ സിനിമയുടെ സംവിധായകൻ ആഷിഖ് അബു വിനോദിന്റെ സഹപാഠിയാണ്. സർവീസിലിരിക്കെ മരിച്ച അച്ഛന്റെ ജോലിയാണ് വിനോദിനെ തേടിയെത്തിയത്. മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിനോദ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് ടിക്കറ്റ് ചെക്കിംഗ് വിഭാഗത്തിലേക്ക് മാറിയത്. മൃതദേഹം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നലെ രാത്രി 7:30-യോടെയാണ് എറണാകുളം പട്ന എക്സ്പ്രസിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത പ്രതി ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടത്. എറണാകുളം സ്വദേശിയായ വിനോദ് ഈറോഡ് വരെയുള്ള ഡ്യൂട്ടിയിലാണ് കയറിയിരുന്നത്. റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്ത പിന്നാലെയാണ് വിനോദുമായി ഇവർ തർക്കത്തിലായതും തള്ളിയിട്ട് കൊലപ്പെടുത്തിയതും. പാളത്തിൽ വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്ന് വന്ന ട്രെയിൻ കയറുകയായിരുന്നു. സംഭവത്തിൽ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് ഇയാളെ പിടികൂടിയത്. പിടികൂടുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഒഡീഷ സ്വദേശിയായ രജനീകാന്ത എന്നയാളാണ് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. രജനീകാന്ത ലഹരിക്കടിമയാണെന്നാണ് പ്രാഥമിക നിഗമനം. റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ടിടിഇയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പ്രതി രജനീകാന്ത മൊഴി നൽകിയിട്ടുണ്ട്. ജനറൽ ടിക്കറ്റിൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി 1000 രൂപ ചോദിച്ചെന്നും തന്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ലെന്നും പ്രതി പറഞ്ഞു. രജനീകാന്തിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. എറണാകുളം പട്ന എക്സ്പ്രസിൽ ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ടെന്ന് കൊല്ലപ്പെട്ട ടിടിഇയുടെ സുഹൃത്ത് പറഞ്ഞു. ഇദ്ദേഹം വിനോദിനൊപ്പം തൃശൂർ വരെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.